ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ അതാ രാവിലെ തന്നെ നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ നീച്ചിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. വരുന്ന വരവിൽ അവിടെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ വീഡിയോസിൽ കിട്ടിയില്ല. ഞാൻ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ഓൻ മണ്ടീന്നും പറയാമല്ലോ. അങ്ങനെ ദാ രാവിലെ വന്നു. ഇരുട്ടാണ്, നേരം വെളുത്തിട്ടില്ല. എന്തായാലും ആവട്ടെ, ഞാൻ എൻ്റെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടാട്ടോ കയറിയത്. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേന് തിളച്ചോളല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നിസ്കാരം ഓത്തും പാട്ടും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ചായയൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ വടക്കിനേക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം ചാടിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ക്യാമറിൻ്റെ മുന്നിൽ ഞാൻ മാത്രമേ കാണുള്ളൂ, പക്ഷെ എൻ്റെ ചുറ്റുപാടും നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ആ പീമിയൊക്കെ നിസ്കാരം കഴിഞ്ഞ് വന്നിരുന്നിട്ട് അപ്പോൾ ഒക്കെ നേരത്തെ കട്ടൻ ചായ കിട്ടണം കേട്ടോ. അപ്പോൾ ചായ ഞങ്ങൾ ഫസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞാനാണെങ്കിലും ഉമ്മയാണെങ്കിലും താത്തയാണെങ്കിലും നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചായ വെക്കും ഞങ്ങൾ. അങ്ങനെ ദാ ഓരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ചായയും കുടിച്ചിരിക്കുന്നുണ്ട്, ഇന്നെ നോക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചമ്മലുകൊണ്ട് എന്നാലും പാടില്ല എന്ന് പറഞ്ഞമാതിരി. അപ്പോൾ രാവിലെ തന്നെ നീച്ച എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ റിസ്ക് ചായയിൽ മുക്കി കിട്ടിയാൽ മതി കേട്ടോ. അതാണ് തൃപ്തി. ബിസ്ക്കറ്റൊക്കെ തിന്നാൽ പിന്നെ അന്നത്തെ ദിവസം പോകും. അപ്പോൾ ഞാൻ റിസ്ക് ചായയിൽ മുക്കിയിട്ട് ഫസ്റ്റ് ഞാൻ എന്തായാലും നീച്ച പാടെ ഞാൻ മറ്റേ നമ്മൾ നെഞ്ഞ് നീർന്നതിൻ്റെ ഗുളിക കുടിക്കുമല്ലോ, അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കണതാട്ടോ. ഇത് റിസ്ക് തിന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു സമാധാനം കിട്ടും കുറച്ച് നേരത്തിന്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വേണ്ടേ. അപ്പോൾ ദോശമാവുണ്ട് കേട്ടോ ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ എന്തായാലും ചട്നി ഉണ്ടാക്കാമെന്ന് കരുതി, മുളക് ചട്നി തന്നെ ആക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ്, ഇതിക്ക് ഏറ്റവും രസം ചെറിയ ഉള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി നന്നാക്കാനുള്ള മടി കുറച്ചുള്ളും തോന്നുന്നു. എന്തായാലും ചട്നിക്ക് എടുക്കാനുള്ളതില്ല, എന്നുണ്ടേനും പറഞ്ഞാൽ മാതിരി അങ്ങനെ എന്തോ. അപ്പം ഞാൻ എന്തായാലും വലിയ ഉള്ളി തന്നെ എടുത്തിട്ട് നന്നാക്കിയൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വാട്ടി വഴഞ്ഞു. അപ്പം ഇനി അത് ഞാനിത് ജാറിക്ക് ഇട്ടെടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാക്കി കടുക് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. കുറച്ച് ചെറിയ ഭാഗങ്ങൾ മാത്രമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുമല്ല, നമ്മൾ പഴയ വീട്ടിൽ നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അവിടെ ഞാനും ഉമ്മയും പിന്നെ ഓരും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീട് മൊത്തം എടുത്ത് പോരാ. ഇവിടെ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. നമ്മൾ ഇപ്പോൾ അവിടെ പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കുന്നു, ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾ നിറയെ ഫാമിലി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെക്കൊണ്ട് വീഡിയോസിൽ ഉൾപ്പെടുത്താനും പറ്റില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഭാഗം മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ രാവിലത്തെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഫാത്തിമത്തെ നീയാൻ ഒരിക്കലാണ് കേട്ടോ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് 6:30 തന്നെ വിളിക്കരുത് തുടത്തിയാലേ ഉള്ളൂ 7 മണിക്കെങ്കിലും എൻ്റെ കുട്ടി നീച്ചാറില്ല. അങ്ങനെ അതാ ഓളൊക്കെ നീപ്പിച്ച് ഉഷാറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോൾ ചിലപ്പോൾ തിന്നാതൊന്നും ഇല്ലെങ്കിലില്ല, അത്ര മാത്രം പറയാം കേട്ടോ. അങ്ങനെ ഞാനിതാ അപ്പം പറഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ചട്നിയും. പക്ഷെ അതൊന്നും തിന്നില്ല കേട്ടോ മൂപ്പത്തേര്. ഞാൻ വെറുതെ ഒരു അലങ്കാരത്തിന് എടുത്തു എന്നല്ലാതെ ഓളൊന്നും തിന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഓളൊന്ന് പറഞ്ഞയച്ച് കിട്ടുമ്പോഴത്തേന് തലച്ചോറും വേറാവെന്ന് പറയില്ലേ, ഈ ഒരു രംഗങ്ങൾക്കൊക്കെ ഉണ്ടോ വീട്ടിലും. അങ്ങനെ ഓളെ ഞാനിതാ പറഞ്ഞയച്ചു കിട്ടും. ചിലപ്പോൾ ഞാൻ ആക്കി കൊടുക്കലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ താത്ത ആക്കി കൊടുക്കും. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, അപ്പോൾ പിന്നെ ഓളങ്ങനെ പോകാറുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ തരാം. ടാറ്റാ ബൈ ബൈ, സീ യു.